നമസ്കാരം. നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ ആദ്യം തന്നെ നമ്മൾ ആൻ്റപ്പ ചേട്ടൻ സ്റ്റാലിൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു കുളത്തിൽ നിന്ന് പായലെല്ലാം എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ഗോവർദ്ധനൻ ഒരു ചായക്കപ്പ് എടുത്തിട്ട് വരുന്നുണ്ട്. എന്നിട്ട് വിളിക്കുന്നുണ്ട്, ചേട്ടാ എന്ന് വിളിക്കുന്നുണ്ട്. അന്നേരം ആൻ്റപ്പ ചേട്ടൻ പറയുന്നുണ്ട്, എന്താ ചായ കഴിച്ച് കഴിഞ്ഞെങ്കിൽ ചായക്കപ്പ് അവിടെ വെക്കായിരുന്നില്ലേ എന്ന് പറയാണ്. അന്നേരം ഗോവർദ്ധനൻ പറയുന്നുണ്ട്, ചായ കഴിച്ച് കഴിഞ്ഞു, ആരെയും കാണാത്തതുകൊണ്ട് കയ്യിലെടുത്ത് നടക്കുന്നതാണെന്ന് പറയാണ്. എന്നിട്ട് ഗോവർദ്ധനൻ ചോദിക്കുന്നുണ്ട്, ഇവിടുത്തെ പട്ടികളെല്ലാം എവിടെ പോയി, ഇപ്പോൾ കാണാനേ ഇല്ലല്ലോ എന്ന് പറയാണ്. അന്നേരം പറയാണ്, ഇവിടെ എവിടെയെങ്കിലും കാണും, മുന്നേ കുറേ ഉണ്ടായിരുന്നു, ഇപ്പോൾ 5 ഉള്ളൂ എന്ന് പറയാണ്. അപ്പോൾ ഇതിനുള്ള ഭക്ഷണമൊക്കെ എങ്ങനെ കൊടുക്കുമെന്ന് ചോദിക്കുകയാണ്. അന്നേരം ആൻ്റപ്പൻ ചേട്ടൻ പറയുന്നുണ്ട്, നമ്മൾ കഴിക്കുന്നതൊക്കെ കൊടുക്കും, പക്ഷേ വേസ്റ്റ് കൊടുക്കാൻ സമ്മതിക്കില്ല എന്ന് പറയാണ്. എന്നിട്ട് ഗോവർദ്ധനൻ ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഇതിന് ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത് ഒക്കെ ആരാ, ട്രെയിൻഡ് ആണെന്നല്ലേ പറഞ്ഞതെന്ന് പറയണം. അന്നേരം ആൻ്റപ്പൻ ചേട്ടൻ പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യിപ്പിക്കാറെന്ന് പറയാം. അന്നേരം ഗോവർദ്ധനൻ പറയുന്നുണ്ട്, അപ്പോൾ ചേട്ടൻ ഇവിടുത്തെ ഓൾ ഇൻ ഓൾ ആണല്ലേ എന്ന് പറയാണ്. അന്നേരം ആൻ്റപ്പൻ ചേട്ടൻ പറയുന്നുണ്ട്, ചെറിയ തോതിലെന്ന് പറയാണ്. അങ്ങനെ കുളത്തിൽ നിന്ന് കയറി വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നടക്കുന്ന സമയത്ത് ഗോവർദ്ധനൻ ചോദിക്കുന്നുണ്ട്, ചേട്ടൻ്റെ പേരെന്താ പറഞ്ഞതെന്ന് പറയാണ്. അപ്പോൾ ചേട്ടൻ പറയുന്നുണ്ട്, എൻ്റെ പേര് ആൻ്റപ്പൻ എന്നാണ് എന്ന് പറയുന്നത്. ആ സമയത്ത് തന്നെ ഗോവർദ്ധന് കോൾ വരുന്നുണ്ട് കേട്ടോ. ഫോൺ എടുത്ത് നോക്കുമ്പോൾ ഗോവർദ്ധൻ്റെ വൈഫാണ് പറയാണ്, എൻ്റെ വൈഫ് വിളിക്കുന്ന പറയാണ്. അന്നേരം ആൻ്റപ്പൻ ചേട്ടൻ ചോദിക്കുന്നുണ്ട്, ആരുടെ വൈഫ്? അന്നേരം ഗോവർദ്ധനൻ പറയുന്നുണ്ട്, എൻ്റെ വൈഫ്. അന്നേരം ആൻ്റപ്പൻ ചേട്ടൻ പറയാണ്, അങ്ങനെയായ നല്ലതെന്ന് പറയാണ്. അങ്ങനെ ആൻ്റപ്പൻ ചേട്ടൻ ആ കപ്പ് ഗ്ലാസ് എടുത്തിട്ട് പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ഗോവർദ്ധനൻ ഫോൺ എടുത്ത് സംസാരിക്കുന്നുണ്ട്. ഗോവർദ്ധനൻ വിളിച്ചിട്ട്, ഹായ് സുലു, ഫോൺ വിളിക്കാനേ സമയം കിട്ടില്ല, ഓട്ടമായിരുന്നു എന്നൊക്കെ പറയാണ്. എന്നിട്ട് സുലു പറയാണ്, എന്തെങ്കിലും വരുമോ, ബാലേട്ടൻ എവിടെയാണെന്നുള്ളതൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ബാലേട്ടൻ ആരോടോ സംസാരിക്കുന്നുണ്ട്, എന്നെ എവിടേക്കാന്ന് ബാലേട്ടൻ വന്നാലേ അറിയുമെന്ന് പറയാണ്. അന്നേരം സുലു ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ എവിടെയാണ് പറയും മനുഷ്യാന്ന് പറയാണ്. അന്നേരം ഗോവർദ്ധനൻ പറയുന്നുണ്ട്, ഇപ്പോൾ കുളത്തപ്പുഴ എവിടെയൊക്കെയോ പോയിട്ട് ഇവിടെ എത്തിയതാണ്, ഇനി എപ്പോഴാണ് ഇനി നാട്ടിലേക്ക് വരാൻ പറ്റുമോയെന്ന് അറിയത്തില്ല എന്ന് പറയാണ്. അന്നേരം സുലു പറയാണ്, നാളെയെങ്കിലും എത്താൻ ശ്രമിക്കണം, കുഞ്ഞിൻ്റെ സ്കൂൾ നാളെ തുറക്കുകയല്ലേ, നാളെ വരൂലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം ഗോവർദ്ധനൻ പറയുന്നുണ്ട്, മാക്സിമം വരാൻ വേണ്ടി നോക്കാമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് സുലു പറയുന്നുണ്ട്, ബാലേട്ടനോട് അന്വേഷണം പറയണേ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുക കേട്ടോ. പിന്നെ കാണിക്കുന്നത് ബാലേന്ദ്രനെയും സ്റ്റാലിൻ ജോസഫിനെയും കേട്ടോ. എന്നിട്ട് സ്റ്റാലിൻ ബാലേന്ദ്രനോട് സോറി പറയുന്നുണ്ട്. സോറി മിസ്റ്റർ മേനോൻ, നിങ്ങൾ വൈജയന്തിയുടെ ഹസ്ബൻഡാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അതിന് സോറി പറയേണ്ട ആവശ്യമൊന്നുമില്ല, ആ വൈജയന്തിയുടെ ഹസ്ബൻഡായത് താങ്കളുടെ തെറ്റാണ്, അല്ല അത് എൻ്റെ തെറ്റ് മാത്രമാണെന്ന് പറയാണ്. അന്നേരം സ്റ്റാലിൻ പറയുന്നുണ്ട്, അതല്ല എൻ്റെ പ്രശ്നം, ഞാൻ പട്ടാളത്തിലായിരുന്നപ്പോൾ ശത്രുക്കളെ നേരിൽ കണ്ട് യുദ്ധം ചെയ്തവനാണ് ഞാൻ, പക്ഷേ ഈ സാഹചര്യം എനിക്ക് നേരിടാൻ പറ്റുന്നില്ല, നിങ്ങളെ ഫേസ് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല എന്ന് പറയാണ്. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നിങ്ങൾ തോറ്റ ആളോ ഞാൻ ജയിച്ച ആളോ ഒന്നുമല്ലല്ലോ, എന്നെ സഹതാപത്തോടെ നോക്കേണ്ട ആവശ്യം നിങ്ങൾക്കില്ല എന്ന് പറയാണ്. എന്നിട്ട് സ്റ്റാലിൻ പറയുന്നുണ്ട്, ഇനി നിങ്ങളോട് എനിക്ക് സംസാരിക്കാൻ പറ്റൂല, നിങ്ങൾക്ക് പോകാമെന്ന് പറയുന്നുണ്ട്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എനിക്കും നിങ്ങളോട് സംസാരിക്കേണ്ട, എനിക്ക് ഇനി ഒരൊറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ എന്ന് പറയാണ്. നിങ്ങളും വൈജയന്തിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് 23 വർഷം മുമ്പുള്ള റിലേഷൻഷിപ്പ് ഞാൻ അറിഞ്ഞിട്ട് 2-3 മാസമേ ആയുള്ളൂ. നിങ്ങളെ തേടിപ്പിടിച്ച് വന്ന് നിങ്ങളോട് ഇതൊന്നും പറയാൻ കടമയോ കടപ്പാടോ എനിക്കില്ല എന്ന് നിങ്ങൾക്കറിയാലോ. ഭാര്യയുടെ മുൻ കാമുകൻ്റെ മുഖം കാണാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഈ ലോകത്തുണ്ടോ എന്ന് എനിക്കറിയില്ല എന്ന് പറയാണ്. അന്നേരം സ്റ്റാലിൻ പറയുന്നുണ്ട്, പിന്നെ എന്തിനാണ് നിങ്ങൾ വന്നേ? വൈജയന്തിയിൽ നിങ്ങളൊരു കുഞ്ഞ് ഈ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ടെന്ന് നിങ്ങൾക്കറിയോ? ആ കുഞ്ഞ് വളർന്ന് വലുതായി ഇപ്പോൾ ഈ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ടെന്ന് ബാലേന്ദ്രൻ പറയാണ്. ആ സമയത്ത് സ്റ്റാലിൻ ഞെട്ടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് സ്റ്റാലിൻ പറയുന്നത്, നിങ്ങൾ 23 വർഷം മുമ്പുള്ള കാര്യങ്ങളായി പറയുന്നത്, അതിനുശേഷം ഇവിടെ പാലങ്ങൾ വന്നു, പുഴകൾ വന്നു, ഫ്ലഡ് വന്നു, സുനാമി വന്നു, ഇതൊക്കെ വന്നു എന്ന് പറയാണ്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അതൊക്കെ വന്നിട്ടുണ്ടാവും, പക്ഷേ നിങ്ങളെ കുഞ്ഞ് ഇപ്പോഴും ഈ ലോകത്ത് തന്നെ ജീവിച്ചിരിപ്പുണ്ടെന്ന് പറയാണ്. അങ്ങനെ ഒരു കുട്ടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ വൈജയന്തി അതിനെ വളർത്തിയിട്ടുണ്ടാവും, അവരെ സഹോദരന്മാർ അതിനെ വളർത്തിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇത്ര നാളും എന്നെ എന്തുകൊണ്ട് അറിയിച്ചില്ല, ഇപ്പോൾ ഞാൻ അറിയേണ്ട കാര്യം ഇല്ല എന്ന് പറയാണ് സ്റ്റാലിൻ. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നിങ്ങളത് അറിയണം, നിങ്ങൾ ആ കുട്ടിയുടെ അച്ഛനാന്ന് പറയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, വൈജയന്തിക്ക് അറിയില്ല അങ്ങനെ ഒരു കുട്ടി ജീവിച്ചിരിപ്പുണ്ടെന്ന്, അവളെ സഹോദരന്മാർക്കും അറിയില്ല, ഞാൻ അറിയുന്നത് വരെ അവർക്ക് അറിയില്ലായിരുന്നു, ഇപ്പോഴാണ് ഞാൻ പറഞ്ഞതിന് ശേഷമാണ് അവർ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞതെന്ന് പറയാണ്. എന്നിട്ട് സ്റ്റാലിൻ ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഇത്ര നാളും ആ കുട്ടി എവിടെയായിരുന്നു, ആര് വളർത്തി? ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ ആദ്യം തന്നെ ഒരു കുട്ടിയുടെ കാര്യം പറഞ്ഞില്ലേ, ഒരു നായയെ സ്നേഹിക്കുന്ന പെൺകുട്ടി, ആ കുട്ടി നിങ്ങളുടെ മകളാണെന്ന് പറയാണ്. അവൾ 6 മാസം മുന്നേ വരെ അവളൊരു ഓർഫണേജിലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ 22.5 വർഷക്കാലം വരെ അവൾ അനാഥമായിട്ട് ജീവിച്ചു. ശരിക്കും പറഞ്ഞാൽ വൈജയന്തിയുടെ അമ്മേനെ നോക്കാൻ വേണ്ടിയിട്ടാണ് അവൾ എൻ്റെ വീട്ടിൽ ജോലിക്കാരിയായിട്ട് വന്നത്. അവളുടെ പേരാണ് അലീന എന്ന് പറയാണ്.
എന്നിട്ട് സ്റ്റാലിൻ ചോദിക്കുന്നുണ്ട് അലീനക്ക് അറിയാമോ അവളുടെ അച്ഛൻ ഞാനാണെന്ന്, വൈജയന്തിക്ക് അറിയാമോ അവളുടെ മകളാണ് അലീന എന്ന്. അന്നേരം ബാലേന്ദ്രൻ പറയാണ് അറിയില്ല. അന്നേരം സ്റ്റാലിൻ ചോദിക്കുന്നുണ്ട് ഇപ്പോഴത്തെ അവളെ അവസ്ഥ എന്താണ് ചോദിക്കാൻ. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് അവളിപ്പോൾ എൻ്റെ വീട്ടിലെ ജോലിക്കാരിയാണ്, അവളിപ്പോൾ അടുത്ത് തന്നെ വീട് വിട്ട് പോകുമെന്ന് പറയാണ്. അന്നേരം സ്റ്റാലിൻ ചോദിക്കും എവിടേക്കാണ് അവൾ തിരിച്ചു പോവുക, ഓർഫണേജിലേക്ക് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഇല്ല, അത് പൂട്ടിപ്പോയി, അവൾക്ക് എന്തെങ്കിലും ജോലിയാക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും വീട്ടിൽ അവൾ ജോലി ചെയ്ത് ജീവിച്ചോളൂ എന്ന് പറയണം. അന്നേരം സ്റ്റാലിൻ പറയുന്നുണ്ട് അവളെ ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്തെങ്കിലും ഇട്ട് കൊടുക്കാമെന്ന് പറയണം. അന്നേരം ബാലചന്ദ്രൻ പറയുന്നു അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അവൾക്ക് സ്വന്തമായിട്ട് പണിയെടുത്ത് ജീവിക്കാൻ അറിയാമെന്ന് പറയണം. അന്നേരം സ്റ്റാലിൻ ചോദിക്കുന്നുണ്ട് പിന്നെ എന്ത് വേണമെന്നാണ് നിങ്ങൾ ഈ പറയുന്നേ പറയാണ്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് അവൾ നിങ്ങളുടെ മകളാണ്, അപ്പോൾ അതിൻ്റെ സ്ഥാനം നിങ്ങൾ അവൾക്ക് കൊടുക്കണം, സ്വന്തം അച്ഛനായിട്ട് അവളെ നോക്കാൻ പറ്റുമെങ്കിൽ മാത്രം നിങ്ങൾ സമ്മതം പറയുക എന്ന് പറയാണ്. അന്നേരം സ്റ്റാലിൻ പറയുന്നുണ്ട് എനിക്ക് ആലോചിക്കണം അതിനെപ്പറ്റി. അങ്ങനെ പിന്നെ കാണിക്കുന്നത് ഗോവർദ്ധനാണ് കേട്ടോ. ഗോവർദ്ധന അങ്ങോട്ട് തെക്ക് വടക്കം നടക്കുന്നുണ്ട്. ഇങ്ങനെ ആലോചിക്കുകയാണ് ഇനിയും ലേറ്റ് ആവുമോ പോവാൻ, ഇനി രാത്രി ആയാലും തിരിച്ചു പോകാൻ പറ്റില്ലല്ലോ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെയും കോളിംഗ് ബെല്ലടിക്കാൻ പോകുന്നുണ്ട്, അവിടുന്ന് തിരിച്ചു വരുന്നുണ്ട്. എന്നിട്ട് പിന്നെ ആൻ്റപ്പൻ ചേട്ടനെ കാണുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചേട്ടനോട് പറയുന്നുണ്ട് നിങ്ങളൊന്ന് അകത്ത് പോയിട്ട് ബാലേട്ടനോട് ചോദിക്കുമോ, ഇനിയും ലേറ്റ് ആവുകയാണെങ്കിൽ അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാമല്ലോ എന്ന് പറയാണ്. അന്നേരം ആൻ്റപ്പൻ ചേട്ടൻ പറയുന്നുണ്ട് നിങ്ങൾ എന്നെ കൊലക്ക് കൊടുക്കുമോ, ഞാനകത്ത് പോയാൽ സാർ എന്നെ വഴക്ക് പറയുമെന്ന് പറയാണ്. അന്നേരം ഗോവർദ്ധനം പറയുന്നുണ്ട് ഇതൊരു ഛേദമില്ലാത്ത ഉപകാരമല്ലോ, ഒന്ന് അന്വേഷിച്ച് വരുമോ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് ആൻ്റപ്പൻ ചേട്ടൻ പറയുന്നുണ്ട് ഉറപ്പൊന്നുമില്ല, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. പിന്നെയും കാണിക്കുന്നത് ബാലചന്ദ്രനെ സ്റ്റാലിനാണ് കേട്ടോ. എന്നിട്ട് ബാലചന്ദ്രൻ സ്റ്റാലിനോട് പറയുന്നുണ്ട് നിങ്ങൾക്ക് ആലോചിക്കണം, കുറച്ച് സമയം വേണമെന്ന് എനിക്കറിയാം, നാളെ ഇവിടെ അലീന വന്നാൽ ബന്ധുക്കളുടെ മുമ്പിൽ, റിലേറ്റീവ്സിൻ്റെ മുമ്പിലും, ഭാര്യയുടെ മുമ്പിലും, മക്കളെ മുന്നിലും വെച്ച് ഇതെൻ്റെ മുൻകാല കാമുകിയിൽ നിന്നുണ്ടായ എൻ്റെ മകളാണെന്ന് പറയാൻ നാണക്കേടുണ്ടാവും, അത് ഞാൻ അനുഭവിച്ചതുകൊണ്ട് അത് എനിക്ക് ശരിക്കും അറിയാമെന്ന് പറയാണ് ബാലേന്ദ്രൻ. എന്നിട്ട് സ്റ്റാലിൻ പറയുന്നുണ്ട് അവളെ ജീവിതം സേഫാക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണം ഞാൻ അതൊക്കെ ഞാൻ ചെയ്യാമെന്ന് പറയണം. അന്നേരം ബാലേന്ദ്രൻ പറയുന്നത് അവൾക്കൊരു ജീവിതം കൊടുക്കുക, അത് മാത്രമേ ഉള്ളൂ ഏറ്റവും വലിയ കാര്യം, അല്ലാതെ വേറൊന്നും ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല എന്ന് പറയണം. എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ നല്ലോണം ആലോചിച്ചിട്ട് എന്നോട് പറയണം, ഇത് എൻ്റെ അഡ്രസ്സാന്ന് പറഞ്ഞിട്ട് സ്റ്റാലിൻ്റെ കയ്യിൽ ബാലേന്ദ്രൻ്റെ കാർഡ് കൊടുക്കുന്നു കേട്ടോ. വൈജയന്തി എൻ്റെ ഭാര്യ എന്നുള്ള കാര്യം നിങ്ങൾ മറന്നേക്കൂ, അലീന വൈജയന്തിയുടെ മകളാണെന്ന കാര്യവും നിങ്ങൾ മറന്നേക്കണം, നിങ്ങൾക്ക് നിങ്ങളെ മകളെ വേണോ വേണ്ടയോ അത് മാത്രം തീരുമാനിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട്. പിന്നെ ഞാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോവാം കേട്ടോ. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്.